ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചിത്രം ബോട്ടിൽ വരയ്ക്കുകയാണ്. അതിനു വേണ്ടി ആക്രിലിക് പെയിൻറ് ഉപയോഗിച്ചും വരയ്ക്കാം. പിന്നെ ആദ്യം കുപ്പിയിൽ ആക്രിലിക് പെയിൻറ് 1 കോട്ടോ 2 കോട്ടോ 3 കോട്ടോ ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. പ്രൈമർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. വരയ്ക്കുമ്പോൾ സ്ക്രാച്ച് ഇല്ലാത്ത കുപ്പി എടുക്കണം. എന്നാൽ 2 കോട്ടോടൊക്കെ ഫുള്ളായി കിട്ടും. മറ്റേത് 3 കോട്ടൊക്കെ അടിക്കേണ്ടി വരും. അതങ്ങനെ മുഴുവനായിട്ട് ഒന്ന് അടിച്ച് ഉണക്കിയെടുക്കുക. ആദ്യം സ്പോഞ്ച് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് അത്. എന്നിട്ട് മൊബൈലിൽ നോക്കിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് അങ്ങനെ വരച്ചെടുക്കുക. ഒരു ഔട്ട്ലൈൻ അങ്ങനെ വരച്ചെടുത്താൽ മതി. പെൻസിലിൻ്റെ മാർക്ക് കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻ്റ് അടിക്കണം. കട്ടിയിൽ വര വരുവാണെങ്കിൽ ആ പോകുന്ന രീതിയിൽ പെയിൻറ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. മെല്ലെ മെല്ലെ നോക്കിയിട്ട് വരയ്ക്കുക. വരയ്ക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ സ്കെച്ച് എടുത്താലും മതി. സ്കെച്ച് എടുത്ത് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോ കാണിച്ചത് കുറേ ലെങ്തി ആവും. ഈ കണ്ണിൻ്റെ ഭാഗമാണ് വരയ്ക്കുന്നത്. ഇതൊരു മാർക്കിങ് ഓരോ പോയിൻറ്റും കറക്റ്റ് ഉണ്ടായാൽ മതി. ബാക്കി നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നോക്കി ശരിക്ക് വരച്ചെടുക്കുക. ഷേപ്പ് ഏകദേശം കറക്റ്റ് ആവണം. ഇനി നമ്മളതിലേക്ക് പെയിൻറ് ചെയ്യുകയാണ്. ആക്രിലിക് പെയിൻ്റാണ്, വൈറ്റ് കളറാണ് എടുത്തത്. ബ്ലാക്ക് ആയിരിക്കുമ്പോൾ വൈറ്റാണ് അതിന് നല്ലൊരു ഭംഗി കൊടുക്കുക. ഇത് മെല്ലെ ആ വരയിൽ അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ആ പെൻസിൽ വര മായുന്ന രീതിയിൽ, ഷേപ്പും പോകാത്ത രീതിയിൽ മെല്ലെ ചെയ്തെടുക്കുക. വീഡിയോ കിട്ടാനും വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ശരിക്ക് കാണിച്ചു തരാൻ കഴിയുന്നില്ല. ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗങ്ങളും അങ്ങനെ വരച്ചെടുക്കുക. ആദ്യം ആ വൈറ്റ് കളർ കാണുന്ന ഭാഗമാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഏകദേശം ഇത് ഷേപ്പ് ആയാൽ മതി. ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആവണം. എനിക്ക് അധികം വരയ്ക്കാനൊന്നും അറിയില്ല. എങ്കിലും ചെറുതായിട്ടൊക്കെ അങ്ങ് വരയ്ക്കും, അത്ര തന്നെ.
ഇത് പിന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡലാണ്, അതുകൊണ്ട് അങ്ങനെ വരച്ച് നോക്കുകയാണ്. എല്ലായിടത്തും ശരിക്കും കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യം ഒരു കോട്ട് അടിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കോട്ടും കൂടിയും ചെയ്ത് കൊടുത്താൽ മതി. പരക്കാതെ ചെയ്യണം. പിന്നെ പയ്യെ പയ്യെ അങ്ങനെ ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. പെയിൻ്റ് ആവശ്യത്തിന് മതി, നിറയെ എടുക്കരുത്. നിറയെ എടുക്കാതെ കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. എല്ലാ ഭാഗങ്ങളും ശരിക്കും ഫില്ലായി നിൽക്കണം. വൈറ്റ് കളറ് ബ്ലാക്കിൽ നല്ലൊരു ലുക്ക് കിട്ടും. ഈ കണ്ണിൻ്റെ ഭാഗമാണ് വരയ്ക്കുന്നത്. ഇവിടെ സൂക്ഷിച്ച് ആ പെൻസിലിൻ്റെ വര കാണുന്ന രീതിയിൽ തന്നെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ ചെയ്യണം. കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. പുറത്തേക്ക് തെറിക്കാതെ കഴിയുന്നതും അതിൽ ആ ലൈനിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. പെയിൻറ്റിങ് അറിയുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അവരെ ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ ചെയ്യുന്നതോ. ഇതറിയാത്തവർക്ക് ഒന്ന് കാണാനാണ്. ചെയ്യാൻ പറ്റും ചെറിയ രീതിയിൽ. പിന്നെ അങ്ങനെ നന്നായി വരും. ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗം ഏതാണ്ടായിട്ടുണ്ട്. അതിൽ കവറിങ് വരാത്ത ഭാഗങ്ങളിലൊക്കെ കവറിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വൈറ്റ് കളറ് കഴിഞ്ഞ് ഇനി നമ്മൾ ലിപ്പാണ് ചെയ്യുന്നത്. അതിന് പറ്റുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് കളറ് ഏതും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഈ കളറാണ് എടുത്തത്. അതും പതിയെ ചെയ്യണം. ഇവിടെയുള്ള വര കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നിറഞ്ഞ് നിൽക്കണം. ബ്ലാക്ക് കളറ് ഫുള്ള് കവർ ചെയ്ത് കിട്ടിയാൽ മതി. ചെറിയൊരു ഷാഡോ പോലെ ആ ലിപ്പിൻ്റെ അറ്റത്ത് ആ ബ്ലാക്ക് കളർ ഒന്ന് നിൽക്കാനുണ്ട്. കുറച്ചൊന്ന് നിർത്തിയിട്ട് ചെയ്യുക. ലിപ്പിൻ്റെ താഴെ ഭാഗം വേണ്ട രീതിയിൽ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് മാറ്റം വരുത്തി കൊടുക്കുക. ചെറിയൊരു മോഡലാണിത്. ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു വരയാണ്. വരച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ
ഈ ത്രെഡാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. കയ്യിലുള്ള നൂല് ഇതാണ്. അപ്പോൾ അത് നിറയെ ഫെവിക്കോൾ തേച്ചിട്ട് ആദ്യം അത് അഴിഞ്ഞ് വരാതിരിക്കാനാണ് ചെറിയൊരു ഭാഗം അതിൻ്റെ താഴേക്കൊന്ന് ഉതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ചുറ്റി കൊടുത്താൽ ഫെവിക്കോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ബലം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ചുറ്റാൻ കുഴപ്പമൊന്നുമില്ല. ഫ്ലക്സിക്ക് പശ വെച്ച് കൊടുത്താൽ മതി. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല സെറ്റായിരിക്കും. അതങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റുമ്പോൾ ഗ്യാപ്പ് വരാണ്ട് അതിനോട് യോജിപ്പിച്ച് തന്നെ ചുറ്റിയെടുക്കണം. ഒട്ടി നിൽക്കണം. ഇതങ്ങനെ നിറയെ ചുറ്റിയെടുക്കുക. നല്ല മുറുകി നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഒന്ന് വലിച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റിൽ കിട്ടും. മുഴുവനായിട്ടും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. പെട്ടെന്ന് ചുറ്റിയെടുക്കുക. ഇത് നല്ല വലിവ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത്ര ഭാഗം ചുറ്റി എടുത്തിട്ടുണ്ട്. പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മുറുകി വരും. താഴേക്കെത്തും തോറും നല്ല മുറുക്കം കിട്ടും. അത് അങ്ങനെ ചുറ്റുമ്പോൾ തന്നെ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് പൊക്കി അതിനനുസരിച്ച് പശ ചേർത്ത് ഒന്നുകൂടെ ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക. അപ്പം നല്ലവണ്ണം ടൈറ്റായി നിൽക്കുന്നതാണ്. അങ്ങനെ മുഴുവനും കവറിങ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക. ഫെവിക്കോൾ ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രമേ തേക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അത് അവിടെ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യുമ്പോൾ പെയിൻ്റ് ഇളകും. അപ്പോൾ ആവശ്യമുള്ളത് തേച്ച ഭാഗങ്ങളിലൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചുറ്റി കൊടുക്കുക. ഇനി നമ്മളൊരു കെട്ടിട്ട് ഇതിൽ ലാസ്റ്റ് മുത്ത് തൂക്കിയിട്ട് കൊടുക്കും. ആ ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം അവിടെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ചും കൂടി ചുറ്റിയെടുക്കുന്നുണ്ട്. അതൊന്നിങ്ങ് കയറി നിൽക്കുമ്പോഴാണ് ഒരു ഭംഗി വരും. കട്ട് ചെയ്തു. ബാക്കിയുള്ള ഭാഗം ഒട്ടിച്ചു. ഫ്ലക്സ് ഇട്ടു. ഒരു കയറ് തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ മുത്തെന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പോളിഷ് എടുത്തിട്ട് ഇതിലൊന്ന് അടിച്ചെടുക്കുക ബോട്ടിൽ മുഴുവനായിട്ട്. അപ്പോൾ നല്ലൊരു തിളക്കവും ഭംഗിയും വരും. ചെറിയ ബ്രഷ് എടുക്കണം ഇതിന് ചെയ്യുമ്പോൾ.
അത് പെയിൻറ്റ് ഇളകാൻ സാധ്യതയുണ്ട്. നല്ല മിനുസമുള്ള സ്മൂത്തായിട്ടുള്ള ചെറിയ ബ്രഷ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത ബോട്ടിൽ ആർട്ടാണിത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ. എല്ലാവരും ചെയ്ത് നോക്കുക.